നിരാശയിൽ നിറയുന്ന പ്രത്യാശ. ഇന്ന് വിശുദ്ധ ശനിയാണ്. നസറയനായ യേശുവിൻ്റെ ക്രൂശുമരണവും അടക്കവും പിന്നിട്ട് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദർശിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സമൂഹം. എല്ലാം ഒരു ആചാരമായി തീരുന്ന ഇടത്ത് പുതുജീവൻ ഒരു പ്രത്യാശയിലേക്ക് നമ്മെ വിളിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് ഈ പ്രത്യാശ നൽകപ്പെടുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ മരണം നേരിൽ കണ്ട് പ്രതീക്ഷകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട അരിമത്യക്കാരനായ ജോസഫ് യേശുവിൻ്റെ ശരീരം പീലാത്തോസിനോട് ചോദിക്കുന്നു. പീലാത്തോസ് അനുവദിച്ചതുകൊണ്ട് ആ രാത്രിയിൽ തന്നെ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുന്നു. യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞുകെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെയുള്ള തോട്ടത്തിൽ മുൻപാരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് മടങ്ങിപ്പോയി. യേശുവിനെ അനുഗമിക്കുവാൻ എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാർ അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന് മനസ്സിലാക്കുകയും ദുഃഖവും ഭയവും നിരാശയും ആശയക്കുഴപ്പവും അവരുടെ ഹൃദയങ്ങളിൽ നിറയുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ വിശ്വാസം കഠിനമായി പരീക്ഷിക്കപ്പെട്ട നിരാശയുടെ ഒരു ദിനമായിരുന്നു ഇത്. മഹാപുരോഹിതന്മാരെയും പരീശന്മാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയത്തിൻ്റെയും ജാഗ്രതയുടെയും യേശുവിൻ്റെ മരണം ഉറപ്പിക്കുന്നതിൻ്റെയും ഒരു ദിനമായിരുന്നു. അതിനാൽ കല്ലറ മുദ്രയിടുന്നതും കാവൽക്കാരെ നിയമിക്കുന്നതിനും അവർ സ്വയം നിർബന്ധിതരാകുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം കല്ലറയ്ക്കപ്പുറത്ത് പ്രത്യാശയുടെ ഉറപ്പ് നൽകുന്ന ആഴമായ ദൈവിക ഇടപെടലിൻ്റെ ദിനമാണ്. കല്ലറയുടെ കല്ലിന് പിന്നിൽ മരണത്തിൻ്റെ നിശബ്ദതയിൽ ദൈവം പുനരുദ്ധാന ജീവിതം ഒരുക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും വിശുദ്ധ ശനിയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോ ക്രിസ്തീയ വിശ്വാസിയും. ജീവിത പ്രതിസന്ധികളുടെ പിരിമുറുക്കത്തിലും അതിഭയങ്കരമായ നിരാശയിലും മാനസിക വ്യതയുടെ നിശബ്ദതയിലും കടന്നു പോകുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ കരങ്ങൾ നാളേക്കായി പ്രവർത്തിക്കുന്നു എന്ന പ്രത്യാശയിൽ വിശ്വസിക്കുവാനും ഉറച്ചു നിൽക്കുവാനും സാധ്യമാകട്ടെ. ദൈവിക രഹസ്യ പ്രവൃത്തിയുടെ ഉറപ്പ് നമ്മുടെ വിശ്വാസയാത്രയ്ക്ക് ശക്തി നൽകട്ടെ. കർത്താവെ, ഞാൻ ഭയത്തിലല്ല, വിശ്വാസത്തിൽ ജീവിക്കട്ടെ. നിന്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമേ. ആമേൻ.